ഹായ് മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണു മനക്കുട്ടൻ ഡോട്ട് ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് RCBയുടെ ഒരു ബ്രേക്കിംഗ് ഇൻസ്റ്റാളേഷനാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഡ്യൂക്ക് 200ലാണ് ചെയ്യുന്നത്. ഈ ബ്രേക്കിംഗ് കുറച്ചും കൂടി ഒന്ന് സ്മൂത്താക്കാനും പവർഫുള്ളാക്കുന്നതിന് വേണ്ടിയാണ് RCB നമ്മൾ സെറ്റ് ചെയ്യുന്നത്. RCBയുടെ ഒരു 17 mm ബ്രേക്കിംഗ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇതാണ് അതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ. അഡ്ജസ്റ്റബിൾ മാസ്റ്റർ സിലിണ്ടറാണ്. അതിൻ്റെ ലിവറൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഇതാണ് അതിൻ്റെ സിലിണ്ടർ വരുന്നത്. ഫ്ലൂയിഡ് നിറയ്ക്കുന്ന സിലിണ്ടറാണ്. പിന്നെ ഇന്ന് സെറ്റ് ചെയ്യുന്ന ക്ലാമ്പും അതിൻ്റെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളും എല്ലാം കൂടി ഈ ബോക്സിനകത്ത് വന്നിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കേബിൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ബോക്സിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വണ്ടിയിലുള്ള സ്റ്റോക്ക് സിലിണ്ടർ അടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു 13ൻ്റെ സ്പാനറാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് 13ൻ്റെ ബാജോ ബോൾട്ടാണ് വരുന്നത്. 8ൻ്റെ തീയും കൂടി ഉപയോഗിച്ച് സ്റ്റോക്ക് ബ്രേക്കിംഗ് ആദ്യമേ നമ്മൾ അടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വണ്ടിയുടെ സ്റ്റോക്ക് ബ്രേക്ക് നമ്മൾ അടിച്ചു മാറ്റി. ഇനി ഇതാണ് നമ്മുടെ RCBയുടെ പുതിയ മാസ്റ്റർ സിലിണ്ടർ. ഇതാണ്. ഇനി നമുക്ക് RCBയുടെ സിലിണ്ടർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മൗണ്ടിനകത്ത് 8ന് 2 ബോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഹാൻഡിലിനകത്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 8ന് 2 ബോൾട്ടുകളാണ്. അത് നമ്മൾ ആദ്യമേ കൊണ്ട് ഫ്രീ ആയിട്ട് രണ്ട് സൈഡിലും പിടിപ്പിക്കുക. RCBയുടെ ബ്രേക്ക് ലിവർ വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. അത്യാവശ്യം വണ്ടി വീണാൽ തന്നെയും ഈ ലിവർ മണ്ടച്ചിട്ട് മടങ്ങി വരും. ഇനി നമുക്ക് ഫ്ലൂയിഡ് ഒഴിക്കുന്ന ടാങ്കിൻ്റെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യമേ ക്ലാമ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഓസ് നേരെ മാസ്റ്റർ സിലിണ്ടറിനകത്തോട്ട് കൊടുക്കുക. പ്ലെയർ ഉപയോഗിച്ച് ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് അകത്തിയതിന് ശേഷം താപ്പോട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ആ ഓസ് കറക്റ്റായിട്ട് കയറി വീണോളും. അതിനുശേഷം നമ്മൾ ക്ലാമ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലാമ്പിൻ്റെ ഭാഗത്ത് 6ൻ്റെ അലങ്കി ബോൾട്ടാണ് വരുന്നത്. ആ അലങ്കി ബോൾട്ട് നമ്മൾ 6ൻ്റെ അലങ്കി ബോൾട്ട് അലങ്കി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ഫ്ലൂയിഡിൻ്റെ വരുന്നത് ടാങ്കിൻ്റെ വരുന്നത് 4ൻ്റെ അലങ്കി ബോൾട്ടും ഒരു 10ൻ്റെ നെട്ടും കൂടിയാണ് വരുന്നത്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് ബ്രേക്ക് ഹോസ് സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെയാണ് ബ്രേക്കിൻ്റെ സ്വിച്ചും വരുന്നത്. ലൈറ്റിൻ്റെ സ്വിച്ചും അതിനകത്ത് തന്നെയാണ് വരുന്നത്. 2 കോപ്പർ വാഷർ വരുന്നുണ്ട്. അത് രണ്ടും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതിൻ്റെ അടിയിലായിട്ടാണ് ഹോസ് സെറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലോണം ഒന്ന് ഹോസ് വലിച്ചതിന് ശേഷം സിലിണ്ടറിനകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുത്ത് മുറുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്തതിന് ശേഷം ബ്രേക്കിൻ്റെ ബ്ലീഡ് ചെയ്യുന്നത് ഈ ടോപ്പിലായിട്ട് വരുന്ന ഭാഗത്താണ് ബ്ലീഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പമ്പ് ചെയ്ത് എയർ മൊത്തം ബ്ലീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് ബ്രേക്കായി. ബ്രേക്കൊക്കെ ബ്ലീഡ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ ലെവൽ ഒഴിക്കാൻ മറക്കരുത്. ഫ്ലൂയിഡിൻ്റെ ലെവൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ക്യാപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കിയിട്ട് പഴയ സ്റ്റോക്കിലിരുന്നതിനെക്കാട്ടിലും മികച്ചൊരു ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ വണ്ടിക്ക് കിട്ടിയത്. പിന്നെ RCBയുടെ ബ്രേക്കിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 17 mm ബ്രേക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 11,300 പ്രൈസ് വരുന്നുണ്ട്. 11,300 രൂപയാണ് ഏകദേശം വില വരുന്നത്. ബ്രേക്കൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.